വന്യമൃഗശല്യം രൂക്ഷമായ പിണവൂർക്കുടിയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ സന്ദർശനം നടത്തി. കാട്ടാന ആക്രമണത്തിൽ കൃഷിനാശം നേരിട്ട കർഷകരുടെ കൃഷിയിടങ്ങളിൽ പ്രതിനിധികൾ നേരിട്ട് സന്ദർശനം നടത്തി. പ്രശ്നമുടൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു പറഞ്ഞു. ഏതാനും ദിവസങ്ങളായി കാട്ടാനശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ നാട്ടുകാരുടെ നിരന്തര പരാതിയെ തുടർന്നാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി സാജു, വൈസ് പ്രസിഡന്റ് ബിജോയ് പൊളിനാട്ട്, ബ്ലോക്ക് അംഗങ്ങളായ ബിൻസി മോഹൻ, ചിഞ്ചു എബ്രഹാം, ബിന്ദു രാജേന്ദ്രൻ എന്നിവർ പിണൂർക്കുടിയിൽ സന്ദർശനം നടത്തിയത്. കാട്ടാനകൾ ഇറങ്ങി നാശനഷ്ടം വിതച്ച കൃഷിയിടങ്ങളിൽ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഫെൻസിംഗ് ഉൾപ്പെടെയുള്ള പ്രതിരോധ മാർഗങ്ങളുടെ അപര്യാപ്തതയാണ് കാട്ടാനശല്യം രൂക്ഷമാകുന്നതിന്റെ കാരണമെന്നും നാട്ടുകാർ വ്യക്തമാക്കി. പ്രശ്നമുടൻ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാര നടപടികൾ ഊർജിതമാക്കുമെന്ന് ബ്ലോക്ക് പ്രസിഡന്റ് ജെസ്സി സാജു പറഞ്ഞു. ഇന്നലെ തന്നെ കുട്ടമ്പുഴയുടെ പല വാർഡുകളിലും കൃഷി നശിപ്പിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ തന്നെ. ഇന്നിപ്പോൾ ഈ ആന കയറി എന്ന് പറയുന്ന പ്രദേശത്തിന്റെ ഒരു 100-200 മീറ്റർ അകലിൽ ഫെൻസിങ് വന്ന് നിൽക്കുന്നതാണ്. ഇപ്പോൾ സമീപവാസികൾ പറയുന്നു ആ ഫെൻസിങ്ങിന് നിലവിൽ ചാർജ് കുറവാണ്, അതുകൊണ്ട് ഈ ഫെൻസിങ്ങിലൂടെ തന്നെയും ആന പ്രവേശിക്കുകയാണെന്നാണ് പറയുന്നത്. ബാക്കി പോർഷൻ ഫെൻസിങ് ചെയ്യാനായിട്ടും കിടപ്പുണ്ട്. അതുപോലെ ആനന്ദക്കുടിയിൽ പാറ പൊട്ടിച്ച് ഫെൻസിങ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ പല പ്രശ്നങ്ങളും ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുകയാണ്. ഇവിടെ ഫുള്ളി ST മേഖലകളാണ്. അവർക്ക് യാതൊരു തരത്തിലും അവരുടെ പറമ്പിൽ പണിയെടുത്താൽ അത് കൃഷിയുടെ അനുകൂല്യം കൈപ്പറ്റാനായിട്ട് സാധിക്കാത്ത ഒരു സാഹചര്യം വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയാണ്. അതിനൊരു ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കാണുവാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ ഒരു സ്പെഷ്യൽ RRT ടീമിനെ വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ രാത്രി കാലങ്ങളിൽ അവരുടെ ഒരു സഹായങ്ങൾ ഈ പ്രദേശങ്ങളിൽ വളരെ അനിവാര്യമാണ്. എന്നാൽ മാത്രമാണ് ഇതിന് ഒരു തടയിടാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫെൻസിങ് ചാർജ് കുറവാണെങ്കിൽ അതിന് ഫുള്ളി ചാർജഡ് ആക്കി ആനകളെ കടക്കാത്ത തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ ബാക്കി പോർഷൻ ഫെൻസിങ് ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി എന്ന നിലയിൽ ഞങ്ങളിത് മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാട്ടാനശല്യത്തിനു പുറമെ കടുവയുടെ സാന്നിധ്യവും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCB ന്യൂസ്.